ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1680. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി 219-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ വാങ്ങിപ്പ് പെരുന്നാള് ഈ മാസം 15-ാം തീയതി ആണ്. അതുകൊണ്ടാണ് ഈ മാസാരംഭ ദിനം മുതൽ ഈ അമ്മ വഴിയിലൂടെ നമ്മൾ പതിവ് പുലർകാല യാത്ര നടത്തി വരുന്നത്. അതെ, ഈ അമ്മ വഴിയിലൂടെ യേശുവിനെ ലക്ഷ്യമാക്കി തന്നെയാണ്. കുറച്ചുകൂടി യേശുവിനെ അറിയാനും അടുക്കുവാനും വേണ്ടി. അതിന് മറിയമെന്ന അമ്മയല്ലാതെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് മറ്റാരാണ്? നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സങ്കടം, ഒരുപക്ഷെ എപ്പോഴുമല്ല ചിലപ്പോഴെങ്കിലും, നമ്മളൊക്കെ എന്തുമാത്രം ദുർബലരാണ് എന്നാണ്. ഒന്നിനും ശക്തിയില്ലാതെ, സാമർഥ്യമില്ലാതെ, യോഗ്യതയില്ലാതെ, അതുകൊണ്ട് അവകാശങ്ങൾ ഒട്ടുമില്ലാതെ, യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ, എന്തുമാത്രം ഹൃദയ മുറിവുകളോടും ഭാരത്തോടും കൂടിയാണ്. നമ്മളുടെ ഈ ദാരിദ്ര്യത്തെക്കാളും നമ്മളെ ഭാരപ്പെടുത്തുന്നത് മറ്റുള്ളവരൊക്കെ ഈ ദാരിദ്ര്യം അറിയുന്നത് തന്നെയാണ്. അറിയുന്ന പലരും അത് നമുക്കെതിരെ നമ്മളെ മുറിപ്പെടുത്താനും പരിക്കേൽപ്പിക്കാനും അപമാനിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു ആയുധമാക്കി മാറ്റുന്നുമുണ്ട്. അങ്ങനെ ആലോചിച്ച് സ്വയം ഒന്നുമല്ല എന്ന് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മറിയമെന്ന അമ്മയെ നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കാത്തത്? അതല്ലെങ്കിൽ ഒന്ന് അടുത്ത് കാണാത്തത്? പലതും നമ്മൾ കാണാതെ പോകുന്നത്, ശ്രദ്ധിക്കാതെ പോകുന്നത് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, വേണ്ടതുപോലെ നമ്മൾ ജാഗ്രതയിൽ നോക്കാത്തത് കൊണ്ടാണ്. പലതും പലപ്പോഴും നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉള്ളപ്പോഴും നമ്മൾ അറിയാതെയും തിരിച്ചറിയാതെയും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ അവിടുത്തെ ദാസിയാണ് എന്ന് പറഞ്ഞ മറിയത്തെ നമ്മൾ കുറെ കൂടി അടുത്തറിയണം. എന്തുമാത്രം കിട്ടിയപ്പോഴാണ്, സമൃദ്ധമായി കിട്ടിയപ്പോഴാണ്, അതിനുമപ്പുറത്തിന് ആർക്കും ഒന്നും കിട്ടാനില്ല എന്ന് ബോധ്യമുള്ളപ്പോഴാണ് ആ പാവം പെൺകുട്ടി പറഞ്ഞത്, ഞാൻ അവിടുത്തെ ദാസിയാണ്, അവിടുത്തെ വാക്കുപോലെ എല്ലാം ഭവിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും ഒക്കെ ചില നേരത്തെയെങ്കിലും ഈ ഒറ്റപ്പെട്ട സങ്കടങ്ങളെ, ഒന്നുമില്ലാത്ത തോന്നലുകളെ, യാഥാർത്ഥ്യങ്ങളെ മറികടക്കാനായിട്ട് ഈ അമ്മയുണ്ട് നല്ലൊരു കൂട്ടായിട്ട്. അമ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വിനയം നിറഞ്ഞ, പ്രാർത്ഥന നിറഞ്ഞ ചോദ്യം. ആമേൻ.